ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ലഞ്ച് ടൈമിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന കുറച്ച് സംഭാഷണങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ഇത് ഞാൻ ആദ്യം പറയും, നിങ്ങളത് കേട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുമല്ലോ. അതായത് നമ്മുടെ ഷാഡോയിങ് പ്രാക്ടീസ്. ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ പറയുക, പിന്നെ ഒരു പ്രാവശ്യം കൂടിയും റിപ്പീറ്റ് ചെയ്യുക. ഈ ഷാഡോയിങ് പ്രാക്ടീസിന് ശേഷം ഞാൻ 2 ടെൻസുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അതായത് ഭാവിയെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന 2 ടെൻസുകൾ, ഫ്യൂച്ചർ ടെൻസ്. ആദ്യമേ തന്നെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്ന, അതായത് ലഞ്ച് ടൈമിൽ വീട്ടിൽ ഉപയോഗിക്കാവുന്ന കുറച്ച് സംഭാഷണങ്ങൾ എങ്ങനെയാണ് പറയുക എന്ന് നമുക്ക് പഠിക്കാം. ഇറ്റ്സ് ലഞ്ച് ടൈം, ഇറ്റ്സ് ലഞ്ച് ടൈം. ഇത് ഉച്ചഭക്ഷണ സമയമാണ്. കം ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ്, കം ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ്. വന്ന് കൈകൾ കഴുകൂ. ദ ഫുഡ് ലുക്സ് ഡിലീഷ്യസ്. ഭക്ഷണം വളരെ രുചികരമായി തോന്നുന്നു. ദ ഫുഡ് ലുക്സ് ഡിലീഷ്യസ്. ഹൗ വാസ് യുവർ ഡേ അറ്റ് സ്കൂൾ? സ്കൂളിൽ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് യുവർ ഡേ അറ്റ് സ്കൂൾ? താങ്ക് യു ഫോർ ദ ടേസ്റ്റി ഫുഡ്. താങ്ക് യു ഫോർ ദ ടേസ്റ്റി ഫുഡ്. രുചികരമായ ഭക്ഷണത്തിന് നന്ദി. അടുത്തതായി നമുക്ക് സ്കൂളിൽ, കോളേജിൽ അല്ലെങ്കിൽ ഓഫീസിൽ ഉപയോഗിക്കാവുന്ന സംഭാഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ഹേ ലെറ്റ്സ് ഗോ ഫോർ ലഞ്ച്. ഹേ ലെറ്റ്സ് ഗോ ഫോർ ലഞ്ച്. നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ പോകാം. ഐ എം റിയലി ഹംഗ്രി. ഐ എം റിയലി ഹംഗ്രി. എനിക്ക് നല്ല വിശപ്പുണ്ട്. വാട്ട് ഡിഡ് യു ബ്രിങ് ടുഡേ? വാട്ട് ഡിഡ് യു ബ്രിങ് ടുഡേ? ഇന്ന് നീ എന്താണ് കൊണ്ടുവന്നത്? വുഡ് യു ലൈക്ക് ടു ട്രൈ സം? വുഡ് യു ലൈക്ക് ടു ട്രൈ സം? കുറച്ച് കഴിച്ചു നോക്കണോ? ലെറ്റ്സ് ഷെയർ ആർ ലഞ്ച്. ലെറ്റ്സ് ഷെയർ ആർ ലഞ്ച്. നമ്മുടെ ഭക്ഷണം നമുക്ക് പങ്കുവയ്ക്കാം. ദ ഫുഡ് ഈസ് ഡിലീഷ്യസ്. ദ ഫുഡ് ഈസ് ഡിലീഷ്യസ്. ഭക്ഷണം വളരെ രുചികരമാണ്. ഈ വാക്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിക്കുമല്ലോ. എത്രയും പ്രാവശ്യം നമ്മൾ പറയുന്നു, അത്രയും വേഗം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ടും സംസാരിക്കുവാനായിട്ടും സാധിക്കും. നമ്മൾ അടുത്തതായിട്ട് ഒരു പ്രധാന ടെൻസ് പഠിക്കാൻ പോവാണ്. അതാണ് ഫ്യൂച്ചർ ടെൻസ്. അതിനു മുൻപ് നമുക്ക് ഈ ഒരു സ്റ്റോറി വായിക്കാം. റിയ ആൻഡ് ഹർ ഫ്രണ്ട്സ് were looking forward to a picnic planned for next Sunday. Riya said, I'll bring sandwiches. Amit said, I will bring fruits and juice. Sarah said, I'll bring some games. The teacher said, I will join you. വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇവിടെ ഇവർ പിക്നിക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പിക്നിക് നടന്നുവോ? പിക്നിക് നടന്നിട്ടില്ല. പക്ഷേ എപ്പോഴാണ് പിക്നിക്? അടുത്ത ഞായറാഴ്ച. അതായത് ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നവയല്ല, ഇത് വരാൻ പോകുന്ന അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പ്രതിപാദിക്കുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ് ടെൻസ് അല്ലെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നു. ഇതിലെ ഫ്യൂച്ചർ ടെൻസ് വാക്യങ്ങൾ ഏതൊക്കെയാണ്? ഐ വിൽ ബ്രിങ് സാൻഡ്വിച്ചസ്. ഐ വിൽ ബ്രിങ് ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ്. ഐ വിൽ ബ്രിങ് സം ഗെയിംസ്. ഐ വിൽ ജോയിൻ യു. ഇതിലെ എല്ലാ വാക്യങ്ങളിലും പൊതുവായി കാണുന്ന വാക്ക് ഏതാണ്? വില്ല്. വില്ല് എന്ന വാക്ക് ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ ഘടന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് എപ്പോഴും ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണ്ടത് സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ വില്ല്, പിന്നെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഉദാഹരണങ്ങൾ: ഐ വിൽ സ്റ്റഡി, ഷീ വിൽ സിങ്, ഹീ വിൽ പ്ലേ, വി വിൽ ട്രാവൽ. നമുക്ക് കുറച്ച് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ് ടെൻസ് സെൻറ്റൻസുകൾ നോക്കാം. ഞാൻ നന്നായി പഠിക്കും. ഞാൻ എന്നുള്ളതിന് ഐ, പഠിക്കും എന്നുള്ളതിന് വിൽ സ്റ്റഡി, നന്നായി ഹാർഡ്. അപ്പോൾ എന്താണ് പറയുക? ഐ വിൽ സ്റ്റഡി ഹാർഡ്. ഐ വിൽ സ്റ്റഡി ഹാർഡ്. ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കും. ഞാൻ ഐ, വെള്ളമൊഴിക്കും വിൽ വാട്ടർ, ചെടികൾക്ക് ദ പ്ലാന്റ്സ്. അപ്പോൾ എന്ത് പറയും? ഐ വിൽ വാട്ടർ ദ പ്ലാന്റ്സ്. ഐ വിൽ വാട്ടർ ദ പ്ലാന്റ്സ്. അവൻ ഫുട്ബോൾ കളിക്കും. അവൻ ഹീ, കളിക്കും വിൽ പ്ലേ. അപ്പോൾ എന്താ പറയുക? ഹീ വിൽ പ്ലേ ഫുട്ബോൾ. എൻ്റെ അച്ഛൻ പത്രം വായിക്കും. എൻ്റെ അച്ഛൻ മൈ ഫാദർ, വായിക്കും വിൽ റീഡ്, പത്രം ന്യൂസ് പേപ്പർ. മൈ ഫാദർ വിൽ റീഡ് ദ ന്യൂസ് പേപ്പർ. ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കും. ഞങ്ങൾ എന്നുള്ളതിന് വി. അപ്പോൾ എങ്ങനെയാണ് പറയുക നമ്മൾ? വി വിൽ ഹാവ് ലഞ്ച്. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് വി വിൽ ഹാവ് ലഞ്ച് എന്ന് പറഞ്ഞേ?
ശരിക്ക് വി വിൽ ഈറ്റ് ലഞ്ച് എന്നല്ലേ? ശരിക്ക് വി വിൽ ഈറ്റ് ലഞ്ച് എന്നായാലും നമ്മൾ പറയുമ്പോൾ അത് വി വിൽ ഹാവ് ലഞ്ച് എന്നാണ് പറയുക. ഇവിടെ ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ. ഇത് നിങ്ങൾ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത് ഇംഗ്ലീഷിൽ സെൻറ്റൻസിലായിട്ട് നിങ്ങൾ കമൻറ്റിൽ എഴുതുമല്ലോ. ഞാൻ കറക്റ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സെയിം സ്റ്റോറിയിലേക്കും നമുക്കൊന്ന് വരാം. നെക്സ്റ്റ് സൺഡേ റിയ ആൻഡ് ഹർ ഫ്രണ്ട്സ് വിൽ ഗോ ഓൺ എ പിക്നിക്. Their teacher asked, "What will you be doing at 10 o'clock in the morning?" Riya said, "We will be traveling in the bus." Amit said, "We'll be singing songs." Sarah said, "We'll be taking photos." The teacher said, "At 1 o'clock in the afternoon, we will be having lunch." Everyone was excited about the picnic. ഈ സ്റ്റോറിയിൽ ടീച്ചർ ഒരു കാര്യം ചോദിച്ചു. എന്താണ് ടീച്ചർ ചോദിച്ചത്? രാവിലെ 10 മണിക്ക് നിങ്ങൾ എന്തു ചെയ്യുകയായിരിക്കും? അപ്പോൾ റിയ പറഞ്ഞു, ഞങ്ങൾ ബസ്സിൽ സഞ്ചരിക്കുകയായിരിക്കും. വിൽ ബി ട്രാവലിംഗ് ഇൻ ദ ബസ്. അമിത് എന്താണ് പറഞ്ഞത്? വി വിൽ ബി സിംഗിങ് സോങ്സ്, അതായത് ഞങ്ങൾ പാട്ട് പാടുകയായിരിക്കും. ഇവിടെ നമുക്കൊരു കാര്യം നോക്കാം. ഇവിടെ ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് നടന്നുകൊണ്ടിരിക്കാനിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാനായിട്ട് ഒരു ടെൻസ് ഉപയോഗിക്കുന്നു. ഈ ടെൻസിനെയാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഓൺ സൺഡേ വി വിൽ ബി ട്രാവലിംഗ് ഇൻ ദ ബസ്. വി വിൽ ബി സിംഗിങ് സോങ്സ്. ഈ വാക്യങ്ങൾ എന്താണ് പറയുന്നത്? അവർ ഈ പ്രവൃത്തി 10 മണിയാകുമ്പോൾ ചെയ്യുകയായിരിക്കും എന്ന് സൂചിപ്പിക്കാനാണ് വിൽ ബി ട്രാവലിംഗ്, വിൽ ബി സിംഗിങ് എന്ന് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള ടെൻസിനെയാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, അതായത് ഫ്യൂച്ചർ ടെൻസും ആണ്, അതിനോടൊപ്പം അത് പ്രവൃത്തി കണ്ടിന്യൂ ആയിരിക്കും. അപ്പോൾ അത് കണ്ടിന്യൂസ് ടെൻസായി മാറുന്നു. നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ നാളെ രാവിലെ 10 മണിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളെങ്ങനെ പറയുക? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വിൽ ബി സ്റ്റഡിയിങ് 10 മണിക്ക് അറ്റ് 10 AM ടുമാറോ. നാളെ ഐ വിൽ ബി സ്റ്റഡിയിങ് അറ്റ് 10 AM ടുമാറോ. ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളെങ്ങനെ പറയും? ദ ടീച്ചർ വിൽ ബി ടീച്ചിങ് ഇംഗ്ലീഷ്. അവർ അടുത്ത ആഴ്ച യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എങ്ങനെ പറയും? ദേ വിൽ ബി ട്രാവലിംഗ് നെക്സ്റ്റ് വീക്ക്. ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുകയായിരിക്കും. ഇതെങ്ങനെ പറയും? വി വിൽ ബി ട്രാവലിംഗ് ഇൻ ദ ബസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ വിൽ ബി, പിന്നെ വെർബ്, അതിൻ്റെ കൂടെ ING. ഐ വിൽ ബി ട്രാവലിംഗ്, ഐ വിൽ ബി ഗോയിങ്. ഇങ്ങനെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കും, ഐ വിൽ സ്റ്റഡി. എന്നാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഐ വിൽ ബി സ്റ്റഡി, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് ഒരു പ്രവൃത്തി ഭാവിയിൽ നടക്കും എന്ന് പറയാൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് മതി. എന്നാൽ ഭാവിയിൽ ആ പ്രവൃത്തി ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരിക്കുമെന്ന് പറയാൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഇവിടെ ഞാൻ കുറച്ച് മലയാളം വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുക എന്നുള്ളതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ എഴുതുമല്ലോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. നമ്മൾ ഇംഗ്ലീഷ് കണ്ടിന്യൂസ് ആയി കേട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിന്ന് പഠിച്ചിട്ടുള്ള എല്ലാ ഷാഡോയിങ് പ്രാക്ടീസിൻ്റെ സെൻറ്റൻസുകളും നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.